Hello dears, welcome back to ISK Essay English. Hello dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BA ഇംഗ്ലീഷ് കോർ പേപ്പർ യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അക്വിലിസ് ദ വാരിയർ ഹീറോ എന്നുള്ളതാണ്. അപ്പോൾ അക്വിലിസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഫ്രം ദ സ്റ്റോറി ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് Achilles is projected as the hero of Iliad, though Hector, the Trojan warrior, is in confrontation with him and in seeking a share of the heroic status. അപ്പോൾ ഇവിടെ അക്വിലിസിന് പുറമെ ട്രോജൻസിന്റെ ഭാഗത്ത് നിന്നും ട്രോജൻ പ്രിൻസ് ആയിട്ടുള്ള ഹെക്ടർ ഇലിയഡ് വാറില് ശരിക്കും അക്വിലിസിനോട് ഏറ്റുമുട്ടുന്നുണ്ട്. അക്വിലിസിനോട് ശക്തമായിട്ട് തന്നെ ട്രോജൻ പ്രിൻസ് ആയിട്ടുള്ള ഹെക്ടർ ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും നമുക്കിവിടെ സ്റ്റോറിയിൽ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. ഹോമറിന്റെ ഭാഗത്തു നിന്നും പോയറ്റിന്റെ ഭാഗത്തു നിന്നും അക്വിലിസ് ഈസ് പ്രൊജക്റ്റഡ് ആസ് ദ ഹീറോ ഓഫ് ദി ഇലിയഡ്. അതായത് ഇലിയഡ് എന്ന് പറയുന്ന കവിതയിലെ ഹീറോ ആയിട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത് അക്വിലിസിനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ഹെക്ടർ അക്വിലിസിനോട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും ബോത്ത് ആർ വെൽ മാച്ച്ഡ്, ബട്ട് ദ ക്ലെയിം ടു ബി ദ ഹോമറിക് ഹീറോ seems to belong to Achilles. ഇവിടെ രണ്ടുപേരും പരസ്പരം ശക്തമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും ഹോമറിക് ഹീറോ ആയിട്ട് ക്ലെയിം ചെയ്യുന്നത് അക്വിലിസ് ആണ്. അക്വിലിസിനെയാണ് ഇവിടെ ഹീറോ ആയിട്ട് കാണുന്നത്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ദ എൻറ്റയർ സ്റ്റോറി hinges upon Achilles, who after his initial refusal to fight enters the battlefield to avenge killing of his friend Patroclus. അപ്പോൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ മുഴുവനായിട്ടും അക്വിലിസിനെ ചുറ്റിപ്പറ്റിയാണ് ഇവിടെ സ്റ്റോറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ യുദ്ധത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട കാര്യമാണ് അക്വിലിസ് യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. പക്ഷെ പിന്നെ അദ്ദേഹം യുദ്ധത്തിലേക്ക് വരികയാണ്. ശക്തമായിട്ടുള്ള പ്രതികാരം വീട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം യുദ്ധത്തിലേക്ക് വരുന്നത്. ടു അവെഞ്ച് കില്ലിംഗ് ഓഫ് ഹിസ് ഫ്രണ്ട് പെട്രോക്ലിയസ്, തൻ്റെ സുഹൃത്തായിട്ടുള്ള പെട്രോക്ലിയസ്. ആ പെട്രോക്ലിയസിനെ ഹെക്ടർ കൊന്നതിലുള്ള ഈ പക വീട്ടാൻ വേണ്ടിയാണ് യുദ്ധരംഗത്തേക്ക് അക്വിലിസ് വരുന്നത്. അക്വിലിസ് ആസ് എ വാരിയർ, ആസ് എ ഫ്രണ്ട്, ആസ് എ വാലിയന്റ് ഫൈറ്റർ who sets aside his pride and hurt ego for the higher cause of avenging his friend's death. അതായത് തൻ്റെ സുഹൃത്തായിട്ടുള്ള പെട്രോക്ലിയസ്, ആ പെട്രോക്ലിയസിന്റെ കൊലപാതകം, ഹെക്ടർ ആണ് പെട്രോക്ലിയസിനെ കൊല്ലുന്നത്. ആ കൊന്നതിലുള്ള പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി അക്വിലിസ് തൻ്റെ ഈഗോയും തൻ്റെ അഭിമാനവും എല്ലാം മാറ്റിവെച്ച് യുദ്ധത്തിൽ നിന്നും മാറി നിന്നിരുന്ന, പങ്കെടുക്കാതിരുന്ന അക്വിലിസ് യുദ്ധക്കളത്തിലേക്ക് വരുന്നത് നമുക്ക് കാണാം. ശക്തമായ പ്രതികാരത്തില്, ദേഷ്യത്തില്, തൻ്റെ സുഹൃത്തിനെ കൊന്നതിലുള്ള ദേഷ്യം ഹെക്ടറിനോട് ആ പക വീട്ടാൻ വേണ്ടിയാണ് അക്വിലിസ് യുദ്ധക്കളത്തിലേക്ക് വരുന്നത്. ആൻഡ് ഫൈനലി ആസ് എ magnanimous and compassionate human being in the last book 24, എന്നാൽ ലാസ്റ്റ് ബുക്കായിട്ടുള്ള 24-ൽ നമുക്ക് അക്വിലിസിനെ വളരെ മാഗ്നാനിമസ് ആയിട്ടും കമ്പാഷനേറ്റ്, വളരെ ഉദാര മനസ്കനും അതുപോലെ തന്നെ അനുകമ്പ ഉള്ള ആളായിട്ടും നമുക്ക് കാണാം. എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ when he returns Hector's body to Hector's old father to enable him to give his son a befitting hero's burial. അതായത് ഹെക്ടറിന്റെ ഫാദർ പ്രിയാം തൻ്റെ മകന്റെ പ്രിൻസിന്റെ
ഡെഡ് ബോഡി ആവശ്യപ്പെട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അക്വിലസിന്റെ മുൻപിൽ വരികയാണ്. ഈ സമയത്ത് ആ ഡെഡ് ബോഡി വിട്ടുകൊടുക്കാൻ ഒരു മനസ്സ് അക്വിലസ് കാണിക്കുകയാണ്. ഇവിടെ ഈ 24-ാമത്തെ പുസ്തകത്തിൽ ഇത് പറയുന്ന ഭാഗത്ത് നമുക്ക് അക്വിലസിനെ മാഗ്നാനിമസ് ആയിട്ടും അതുപോലെ തന്നെ കമ്പാഷനേറ്റ് ആയിട്ടും നമുക്ക് കാണാം. മാത്രമല്ല ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ അക്വിലസിന്റെ ആ ഒരു പ്രവൃത്തിയിൽ ആ ഒരു പെരുമാറ്റത്തിൽ റെപ്രസെന്റ്സ് ഓൾ ദ ഹീറോയിക് ഐഡിയൽസ് ഓഫ് ഹോമറിക് ഏജ്. ആ ഒരു ഭാഗത്ത് നമുക്ക് അക്വിലസില് ഹോമറിക് ഏജില് ഒരു ഹീറോയുടെ എല്ലാ ഗുണങ്ങളുടെയും ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു എല്ലാം തികഞ്ഞ ഒരു ഹീറോയെ അക്വിലസ് റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. The poem after announcing the theme. ഇവിടെ ഈ ഒരു കവിതയിൽ ഇല്യഡില് ഹോമർ ഇതിന്റെ തുടക്കത്തിൽ ഈ തീം അനൗൺസ് ചെയ്ത ശേഷം എന്താണ് തീം എന്ന് നമുക്കറിയാം. റാറ്റ് ഓർ ദ ആങ്കർ. അക്വിലസിന്റെ ദേഷ്യം അല്ലെങ്കിൽ പകയാണ് ഇവിടുത്തെ തീം എന്നുള്ളത്. ഇത് അനൗൺസ് ചെയ്ത ശേഷം ഇൻവോക്കിംഗ് ദ മ്യൂസ് ഗോസ് സ്ട്രൈറ്റ് ടു കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ അഗമെമ്നോൻ ആൻഡ് അക്വിലസ്. നേരെ പോകുന്നത്, അതായത് കവിത ഒരു കവിതയായതുകൊണ്ട് തന്നെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തിയ ശേഷം, അതായത് മ്യൂസ് ഗോസ് ഇൻവോക്കിംഗ് ദ മ്യൂസ്, ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക. അതിനുശേഷം നേരെ പോകുന്നത് അഗമെമ്നോനും അതുപോലെ തന്നെ അക്വിലസും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. എന്താണ് അതിന്റെ കാരണം, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലേക്ക്, അതിലേക്കാണ് ആ ഒരു കോൺഫ്ലിക്റ്റ്, രണ്ടുപേരും തമ്മിലുള്ള സംഘർഷത്തിലേക്കാണ് നേരെ പോകുന്നത്. അക്വിലസ് prayed and hurt ego initially make him stay away from the war. അക്വിലസിന്റെ ഈഗോ ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഈഗോ കാരണം അയാൾ യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുന്നു. എന്നാൽ ആ മാറി നിന്നത് കൊണ്ട് മാത്രം അക്വിലസിന്റെ പക തീരുന്നില്ല. വളരെ ഡിസ്ട്രസ്ഡ് ആയിട്ട്, എത്രത്തോളം, ഓൾമോസ്റ്റ് ടു ദ പോയിന്റ് ഓഫ് ബിട്രയൽ, അതായത് ഒരു വഞ്ചനയുടെ ചതിയുടെ വക്ക് വരെ അക്വിലസ് എത്തി നിൽക്കുകയാണ്. എന്താണ് അക്വിലസ് ചെയ്യുന്നത്? ഹിസ് പ്രേയർ ടു ഹിസ് മദർ ദ ഗോഡസ് തീറ്റിസ്, അതായത് തന്റെ അമ്മയോട്. തീറ്റിസ് ആരാണ്? തീറ്റിസ് ദ ഗോഡസ്, സമുദ്രദേവതയായിട്ടുള്ള തീറ്റിസിനോട്, തന്റെ അമ്മയോട് അഭ്യർത്ഥിക്കുകയാണ്, തന്റെ അമ്മയോട് ആവശ്യപ്പെടുകയാണ്. എന്താണ് ആവശ്യപ്പെടുന്നത്? ടു റിക്വസ്റ്റ് Zeus to ensure a Trojan victory over his own countrymen the Greek. അതായത് സ്യൂസ് ദേവനോട് തന്റെ അമ്മ റിക്വസ്റ്റ് ചെയ്യണം. എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോജൻസിന് വിജയം ഉണ്ടാവണം. തൻ്റെ ആളുകൾ, അതായത് അക്വിലസിന്റെ ആളുകൾ ഗ്രീക്കുകാരുടെ മേല് എന്ത് ചെയ്യണം? ട്രോജൻസ് വിജയം കൈവരിക്കണം. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു വഞ്ചന, അത്രത്തോളം പക അക്വിലസിന്റെ മനസ്സിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹിസ് നോൺ പാർട്ടിസിപ്പേഷൻ ഇൻ ദി ക്രൂഷ്യൽ വാർ on a perceived slight to his ego and his treacherous scheme to take revenge on Agamemnon for insulting his honor. അപ്പോൾ രണ്ട് കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തേത്, തൻ്റെ ഈഗോയുടെ പുറത്ത്, അഗമെമ്നോനോടുള്ള ഈഗോയുടെ പുറത്ത്, അതായത് തൻ്റെ വാർ പ്രൈസ് ആയിട്ടുള്ള ബ്രൈസസ്, ആ ഒരു സ്ത്രീയെ അഗമെമ്നോൻ ക്ലെയിം ചെയ്തത് തൻ്റെ ഹോണറിനെ ഇൻസൾട്ട് ചെയ്തു. അതിനുള്ള പക കാരണം അദ്ദേഹം യുദ്ധത്തിൽ നിന്നും, ഒരു നിർണായകമായിട്ടുള്ള ഒരു ക്രൂഷ്യൽ വാർ, അത്തരം ഒരു വാറിൽ നിന്നും അദ്ദേഹം വിട്ടുനിന്നു. അതുമാത്രമല്ല, മറ്റൊരു ട്രെച്ചറസ് ആയിട്ടുള്ള ഒരു സ്കീം, ഒരു പദ്ധതിയാണ് അദ്ദേഹം ആസൂത്രണം ചെയ്യുന്നത്. തൻ്റെ അമ്മയോട് ആവശ്യപ്പെടുകയാണ്. ഇപ്പം എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അഗമെമ്നോനോട് പക വീട്ടാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? ഫോർ ഇൻസൾട്ടിങ് ഹിസ് ഹോണർ, തൻ്റെ
അഭിമാനത്തെ ഇൻസൾട്ട് ചെയ്തതിന്. കാരണം വളരെ മോശമായ രീതിയിൽ തന്റെ അമ്മയോട് ആവശ്യപ്പെടുകയാണ്. സ്യൂസ് ദേവന്റെ സഹായത്തോടു കൂടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് ഗ്രീക്കുകാർ പരാജയപ്പെടണം. മാത്രമല്ല ഗ്രീക്കുകാരുടെ മേൽ ട്രോജൻസ് വിജയം വരിക്കണം. ഈ രണ്ട് പ്രവൃത്തികൾ, ബൈ പ്രേയിങ് ഫോർ ദ ഡിഫീറ്റ് ഓഫ് ഹിസ് ഓൺ കൺട്രിമാൻ, തൻ്റെ നാട്ടുകാരുടെ പരാജയത്തിനു വേണ്ടി അക്വിലസ് തൻ്റെ അമ്മയോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തേത് അയാൾ യുദ്ധത്തിൽ പങ്കെടുത്തില്ല, രണ്ടാമത്തേത് തൻ്റെ നാട്ടുകാർ ഗ്രീക്കുകാരുടെ മേൽ ട്രോജൻസ് വിജയിക്കണം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ, അക്വിലസ് ചെയ്ത ഈ രണ്ട് കാര്യങ്ങൾ ആർ ടു മേജർ ഫ്ലോസ് ഇൻ ഹിസ് ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിലെ, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലെ പ്രധാനപ്പെട്ട രണ്ട് പോരായ്മകളാണ്. മാത്രമല്ല ദാറ്റ് കം പെരിലസ്ലി ക്ലോസ് ഡിസ്ക്രെഡിറ്റിംഗ് ഹിസ് ഹീറോയിക് സ്റ്റാറ്റസ്. മാത്രമല്ല ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് ഫ്ലോ അദ്ദേഹത്തിന്റെ ഹീറോയിക് സ്റ്റാറ്റസിനെ ശരിക്കും ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു പരിവേഷത്തിന്, ഹീറോ എന്നുള്ള പരിവേഷത്തിന് മങ്ങലേൽപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ വന്നിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ. ബട്ട് ഇറ്റ് ഹാസ് ടു ബി റിമെമ്പേർഡ് ദാറ്റ് പേഴ്സണൽ ഹോണർ ഈസ് ഓഫ് പ്രൈം ഇമ്പോർട്ടൻസ് ടു ഹോമറിക് ഹീറോ. എന്നാൽ ഇതോട് ചേർത്ത് നമ്മൾ മറ്റൊരു കാര്യം ഓർമ്മിക്കേണ്ടതുണ്ട്. ഹോമറിക് ഹീറോയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പേഴ്സണൽ ഹോണർ, അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഹോണർ, വ്യക്തിപരമായിട്ടുള്ള അയാളുടെ അഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ഒരു ഹോമറിക് ഹീറോ എന്ന് പറയുമ്പോൾ അയാളുടെ പേഴ്സണൽ ഹോണർ ഒരിക്കലും വിട്ടുകൊടുക്കൂല. ഇത് തന്നെയാണ് നമ്മൾ ആരിലും കാണുന്നത്, നമ്മൾ അക്വിലസിൽ നമ്മൾ കാണുന്നത്. While the honor of Homeric society depends on the personal valor of its heroes. എന്നാൽ ഹോമറിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അവിടെ ഒരു സൊസൈറ്റിയുടെ ഹോണർ എന്ന് പറയുന്നത്, ഒരു സൊസൈറ്റിയുടെ അഭിമാനം എന്ന് പറയുന്നത് ആ ഒരു സമൂഹത്തിലെ ഹീറോസിന്റെ വാലർ, ഹീറോസിന്റെ ധൈര്യമാണ്. അപ്പൊ ഹീറോസിന്റെ ധൈര്യമാണ് സൊസൈറ്റിയുടെ ധൈര്യം. എന്നാൽ പേഴ്സണൽ ഹോണർ, as Achilles shows, depends on one's own moral evaluation of his honor. എന്നാൽ ഒരു വ്യക്തിയുടെ ഹോണർ എന്ന് പറയുന്നത്, ഒരു വ്യക്തിയുടെ ബഹുമാനം എന്ന് പറയുന്നത് അക്വിലസ് കാണിക്കുന്ന പോലെ തന്നെ ഒരു വ്യക്തി ധാർമ്മികമായിട്ട് ആ വ്യക്തിയെ വിലയിരുത്തുന്നതാണ്. ഒരു വ്യക്തി ധാർമ്മികമായിട്ട് ആ വ്യക്തിയെ എന്ത് വിലയിരുത്തുന്നു, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് ഹോണർ ഉള്ളതായിട്ട് കാണുന്നുവോ അല്ലെങ്കിൽ അയാൾ അസ്യൂം ചെയ്യുന്നുവോ അതാണ് അയാളുടെ ഹോണർ എന്നുള്ളത്. The Iliad raises the question as to whether war with its use of violence and force can be morally justified in the context of preserving the honor of the society or nation, or preserving one's personal honor as Achilles views it. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇലിയഡ് ഉയർത്തുന്നുണ്ട്. ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെയോ ഒരു സൊസൈറ്റിയുടെയോ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെയധികം അക്രമങ്ങളും അതുപോലെ തന്നെ സൈന്യത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധത്തെ ന്യായീകരിക്കേണ്ടതുണ്ടോ? ഒരു വ്യക്തിയുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള വയലൻസ് നിറഞ്ഞ അതുപോലെ തന്നെ ഫോഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു യുദ്ധത്തെ ന്യായീകരിക്കേണ്ടതുണ്ടോ? അതിൻ്റെ ആവശ്യകത ഉണ്ടോ? ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ബാക്കി നമുക്ക് തുടർന്നെടുക്കാം. അപ്പം എന്ത് ചെയ്യുക, സാധാരണ പറയുന്ന പോലെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാം. ഞാൻ എന്നും പറയുന്ന പോലെ BA ഫസ്റ്റ് സെമസ്റ്റർ ഇംഗ്ലീഷിന് പഠിക്കുന്ന നിങ്ങളെ സുഹൃത്തുക്കൾ അവർക്കൊക്കെ ഒന്ന് വീഡിയോ സജസ്റ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.